ഹലോ എല്ലാവർക്കും നന്ദി. അന്നേരം ഞാനിവിടെ വന്നത് ഒരു കാര്യം പറയാനാണ്. നമ്മുടെ ആഭ്യന്തരമന്ത്രി ഞങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനായിരുന്നു ഈ കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനെ അതോ മോഡി ഗവൺമെൻറ്റിനെ ധരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് നമ്മുടെ വിജിലൻസ് വിഭാഗത്തിൻ്റെ ഡൽഹിയിൽ നടന്ന സമ്മേളനമായിരുന്നു ഇതിന് കാരണം കേരളത്തിലെ ഗവൺമെൻറ്റുകളെക്കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞിരുന്നു. കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഗവൺമെൻറ് ഇത്ര ഭംഗിയായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രി നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അദ്ദേഹം മറ്റു മന്ത്രിമാരും ഒരുവിധം നല്ലതായിട്ട് കാഴ്ചവെക്കുന്ന നല്ല പ്രകടനമാണ്. ഒരുവിധം വിദ്യാഭ്യാസപരമായിട്ടുള്ള കഴിവും തൻ്റെ ഒക്കെയുള്ള അവരാണ്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ കാര്യമാണെങ്കിലും അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്താണ് ഞങ്ങൾ സംസാരിച്ചത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ മന്ത്രിമാരെ ഒന്നും ഞങ്ങൾ കുറ്റപ്പെടുത്താൻ പോയിട്ടില്ല. അവരെ ആരെയും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ ഗവൺമെൻറ്റിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ച് പ്രശംസിക്കണമെന്ന് വരെ ഞാൻ അവർക്ക് പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഹയർ ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ഈയിടെ നടന്ന സമ്മേളനത്തിലാണ് മോഡി ഗവൺമെൻറ് അദ്ദേഹം അവിടെ സന്നിധനായിരുന്നു. അമിത്ഷാ ഉണ്ടായിരുന്നു, പല ആൾക്കാരും ഉണ്ടായിരുന്നു. അതിൽ ഞാനാണ് എറണാകുളം ജില്ലയുടെ ആൻറ്റി കറപ്ഷൻ്റെ ഫൗണ്ടേഷൻ്റെ ഡിസ്ട്രിക്ട് ചീഫ് സെക്രട്ടറിയാണ്. ഞാനായിരുന്നു അവർക്ക് മറുപടി കൊടുത്തിരുന്നത്. കാരണം ഈ തൂഫാൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവർ നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ ആളുകളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിനെതിരെ നല്ല നടപടിയാണ് സർക്കാർ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല രംഗങ്ങളിലും പുതിയ പദ്ധതികൾ ആരംഭിക്കാനായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ നടപടികൾ. അതുപോലെ ധവളപത്രം ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിൽ ഇപ്പോൾ ജനങ്ങളുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങളോ പരമാവധി ഒതുക്കി തീർക്കാനും ബാക്കിയുള്ള മെയിൻ്റനൻസ് മറ്റ് പദ്ധതികൾ ആരംഭിക്കുവാനും ഒക്കെ ഉള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്ന് ഞാനാണ് റിപ്പോർട്ട് ചെയ്തത്. അന്നേരം നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയാലും ആരെയും ഒരു നല്ല സേവനം അനുഷ്ഠിച്ച കേരളത്തിൽ സേവനമനുഷ്ഠിച്ച 4ാമത്തെ ഉദ്യോഗസ്ഥനാണ് ഞാൻ. 2ാമത്തെ ഉദ്യോഗസ്ഥനായിരുന്നു മരിച്ചുപോയ നവീൻ സാറ്. ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ ഒന്നിച്ച് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷ എഴുതിയ ആൾക്കാരാണ്. അന്നേരം ഞാൻ 4ാമത്തെ ഉദ്യോഗസ്ഥൻ. എനിക്കും ഇതേ അറ്റാക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ് ഇന്നും പലരും എന്നെ പേടിച്ചാണ് മിണ്ടുന്നതുമൊക്കെ. കാരണം എന്തെങ്കിലും മറ്റ് സംഘടനകൾ ആക്രമിക്കുമോ കൊല്ലുമോ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ട്. സംസ്ഥാനത്തെ പല ഉദ്യോഗസ്ഥന്മാർക്കും അന്നും ഉണ്ടായിരുന്നു. ഞാൻ സർക്കാരിൻ്റെ എനിക്ക് പ്രമോഷൻ തരാനായിട്ട് വായിക്കുന്നത് കണ്ട് ഞാൻ പല പ്രാവശ്യവും യൂണിയനിലായിരുന്നു ഞാൻ ആദ്യകാലത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാസർഗോഡ് ജില്ലയിലേക്ക് പോകുമ്പോഴും ഞാൻ യൂണിയനിലായിരുന്നു. എങ്കിലും ഞാൻ കോൺഗ്രസ്സിൽ എന്നോട് ഉമ്മൻചാണ്ടി സാർ നല്ല രീതിയിലാണ് കാസർഗോഡ് വെച്ച് ഇടപെട്ടത്. എന്നോട് അദ്ദേഹം പലപ്പോഴും കാണുമ്പോൾ സംസാരിക്കും. ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് പത്തനംതിട്ട ജില്ല ഗസ്റ്റ് ഹൗസിൽ വെച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ ചാണ്ടി ഉമ്മനുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞ ശേഷം മരിക്കുന്നതിന് മുമ്പ് ചാണ്ടി ഉമ്മനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ചാണ്ടി ഉമ്മനുമായിട്ട് 2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ലതായിട്ട് എന്നെ ക്ഷയിക്കാൻ തന്നു. നല്ലതായിട്ട് അന്ന് ഞാൻ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്യായിരുന്നു. പക്ഷേ കോൺഗ്രസ്സിൽ ചില ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യാതെ ചില ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു.
തീവ്രമായ ബന്ധമുണ്ടായ ഈ കറപ്ഷനായിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ചിലരെന്നെ സപ്പോർട്ട് ചെയ്യാതെ മാറിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ആ സംഘടനയിൽ നിന്ന് വിട്ടുപോയത്. ആരാണ് ഞാൻ എന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കും. ചെമ്പിലരേൻ്റെ പിന്മുറക്കാരനാണ്. എൻ്റെ അപ്പൂപ്പനും ഒക്കെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളികളായിരുന്നു. INA എന്ന് പറയുന്ന സംഘടനയുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വേലായുധൻ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനായിട്ടാണ് അവസാനം റിട്ടയർ ചെയ്തതെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ 1939 അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എന്തായിരുന്നു എന്നും ആസാദ് ഹിന്ദ് ഫൗജ് രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നും ചരിത്രം ചിലപ്പം രേഖപ്പെടുത്തില്ല. കാരണം പല കാര്യങ്ങളുണ്ട്. എന്നാൽ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്നും ഞാൻ എൻ്റെ അപ്പൂപ്പൻ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കൊച്ചി കാലങ്ങളിൽ അത് കേട്ടിരുന്നു, ഞാൻ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സൈനിക അന്നത്തെ INA ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ ഞാൻ എടുത്ത് ഉപയോഗിക്കുമായിരുന്നു. ഒരു സൈക്കിൾ പമ്പായിരുന്നു എൻ്റെ തോക്കായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നതെന്ന്. മറ്റെല്ലാം തൊപ്പി എനിക്കതൊന്നും യോജ്യമായിരുന്നില്ല. കാരണം എന്നേക്കാൾ പ്രായമുള്ള ഒരാളുടെ വേഷമാണ്. പക്ഷേ അതൊക്കെ ഇടുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ആ പുള്ളി അങ്ങനെ ഒന്നും. എന്നാലും അതിൽ INA എന്ന് എഴുതി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പിന്നീട് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് മറ്റാരുമായിരുന്നില്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്യുജ്വല കഥാപാത്രമായ സുഭാഷ് ചന്ദ്രബോസിൻ്റെ അനുയായിയായിരുന്നെന്ന് ഞാൻ അറിയുന്നത്. പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ അറിഞ്ഞു. പിന്നീട് അമ്മയുടെ കയ്യിൽ നിന്ന്, അമ്മ ഒരു നല്ല ഇതായിരുന്നു, ഒരു സ്വാതന്ത്ര്യ സമരത്തിന് അവസാന ഘട്ടത്തിലെ ഒരാളായിരുന്നു. കാരണം അവർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിന് ഗാന്ധിജിയോടൊപ്പം പോയവരാണ്. അവർക്കൊന്നും ശരിയായിട്ട് പോലും നമ്മൾ യൂണിയൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരെ ഒന്നും പിന്നീട് തിരിഞ്ഞു നോക്കിയില്ലാത്ത കുറേ സന്ദർഭങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതൊന്നും ഒരിക്കലും മറക്കാൻ. ഇന്ന് ചിലർ പറയും ഞങ്ങളാണോ അനിഷേധ്യ നേതാക്കന്മാർ, ഞങ്ങൾക്കാർക്കും ഇനിയും ആ ഭരണതലത്തിലേക്ക് വരണമെന്ന് ഞങ്ങൾക്കാർക്കും ഇച്ഛയൊന്നുമില്ല. ഞങ്ങളുടേതായ കാര്യങ്ങളുമായിട്ട് പോവുകയാണ്. പിന്നെ പുന്നപ്ര ബൈലാറിൻ്റെ ആരായിരുന്നു രക്തസാക്ഷിത്വം വഹിച്ചതെന്ന് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ചുമ്മാതെ ആരെങ്കിലും ഈ പാണ്ഡവം ഈ പുള്ളോം പാട്ട് കേട്ടിട്ട് അത് വെച്ച് തുള്ളരുത്. അതിൻ്റെ ആരായിരുന്നു ആദ്യകാലത്തെ നേതാവെന്ന് പറയുന്നത്? മറ്റാരുമായിരുന്നില്ല, പങ്കജാക്ഷൻ നരയനും ഫാദർ ഗ്രിഗലിയും പിന്നീട് P. കൃഷ്ണപിള്ളയുമായിരുന്നു. ആ വ്യക്തിത്വങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ആദ്യം പിടിച്ചടക്കൽ സമരമായിരുന്നു അവർ സ്വാതന്ത്ര്യത്തിന്. അദ്ദേഹം പങ്കജാക്ഷൻ നരയനും ബോംബെയിൽ നിന്നും ഡോക്ടറായിരുന്നു. അദ്ദേഹം ബോംബെയിൽ നിന്ന് വന്നപ്പോഴത്തേക്കാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവസാന ഘട്ടമായിരുന്നു. അന്നേരത്തേക്ക് കേരളത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അന്നേരവും ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് സാധനങ്ങൾ പോകുന്ന ബ്രിട്ടീഷുകാരെയാണ് കാണുന്നത്. ഇപ്പോൾ സൈന്യങ്ങൾ വന്ന് പിടിച്ചു പറിക്കും, കടകളിൽ നിന്ന് സാധനങ്ങൾ ചിലർ പൂഴ്ത്തി വെക്കും. അങ്ങനെ സാധനം കിട്ടാതെ കോളറായും മറ്റു രോഗങ്ങൾ വിഷൂചികം പല രോഗങ്ങൾ പിടിപെട്ടപ്പോൾ, വയറ്റിളക്കം പോലുള്ള ഒഴിവും ഛർദിലും ഒക്കെ പിടിപെട്ടപ്പോൾ പലരും വാഴമാണങ്ങളും അതുപോലെ തന്നെ ഈ മാറാമ്പും ഒക്കെ ഭക്ഷിച്ച് ഭയങ്കര രോഗത്തിൻ്റെ അടിമയായപ്പോൾ ഇടയ്ക്ക് കിട്ടുന്ന ബർമീസ് അരിയും ഒക്കെ തിന്ന് അസുഖങ്ങളാൽ പാടുപെട്ടപ്പോൾ അദ്ദേഹം രക്ഷിക്കാനുണ്ടായി. അതിന് വേണ്ടിയിട്ടാണ് ഈ ചെമ്പിലരേൻ്റെ പിന്മുറക്കാരായ കുറേ ആൾക്കാരും പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ കുറേ ആൾക്കാർ നേരെ നിന്നത് പാവങ്ങൾക്ക് പിടിച്ചു കൊടുത്തു. ഞങ്ങൾ ആരാന്ന് ഓർക്കുമായിരിക്കും ഇല്ലേ? പഴയ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ മറ്റൊരു ഇതാണ്. അവർ ശ്രീകൃഷ്ണൻ്റെ കുടുംബമാണെങ്കിൽ ഞങ്ങൾ ശ്രീകൃഷ്ണൻ്റെ പെങ്ങടെ കുടുംബമാണ്. നിങ്ങൾക്ക് ചിലപ്പം ചോദിക്കുക ഇവനെന്താണ് ഈ ഒരു തെണ്ടക്കാരൻ്റെ കൂട്ടിരിക്കുന്നത്? അതൊക്കെ കാലങ്ങൾ തെളിയിച്ചതാണ്.
ഇനി അതൊന്നും പറയാനില്ല. വേണമെങ്കിൽ രേഖകൾ തിരഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഇത് സുപ്രീം കോടതിയിലും കിടപ്പുണ്ട്. ഇന്ത്യൻ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലും കിടപ്പുണ്ട്. എന്തുവാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട, ഞങ്ങളൊരു രാജവംശമായിട്ട് അംഗീകരിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും പിന്നീട് അത് ഇതാക്കുക. അതൊരിക്കലും ഉണ്ടാകുമെന്നൊന്നും വിചാരിച്ചതല്ല. ഇന്ത്യ വീണ്ടും ഒരു രാജവംശത്തിൻ്റെ കീഴിൽ, കുറേ രാജവംശത്തിൻ്റെ കീഴിൽ പോകുമെന്ന് ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് ഞങ്ങളും എല്ലാവരും ഇതിലേക്ക് പോകുന്നത്. ഞങ്ങളൊരു സാധാരണ സിറ്റിസൺസ് ആകാനാണ് ഇന്നും ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ചില ആൾക്കാരെ എന്നെ ഗുണ്ടകളെ വെച്ച് ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആശുപത്രി ചെന്നപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു. ഞങ്ങളുടെ ആരെയും പീഡിപ്പിക്കാനോ ഒന്നുമല്ല, ഞാനിങ്ങനെ പറഞ്ഞു പോയി, ഇങ്ങനെ എന്നെ ആക്രമിച്ചു. അത് പരമായിട്ടാണ് എൻ്റെ ചെവിക്കലിന് ഭയങ്കര വേദനയുണ്ട്, അതിനൊരു ഗുളിക കാണിക്കണം. അന്ന് നമ്പർ പോലും ഇടുന്നില്ല. നമ്പർ ആശുപത്രി ചെന്ന നമ്പർ ക്രമമായിട്ട് പോകേണ്ടതിന് നമ്പർ ഇടുകയല്ല. എന്നിട്ട് എന്ത് വിലയൊക്കെ കാണിച്ചു കൂട്ടുക. നമ്മൾ ഏത് ഡോക്ടറാണ് കാണുന്നത്, അതിന് നമ്പർ ഇട്ട് വന്നാലല്ലേ നമുക്ക് അവരെ കാണിക്കാനൊക്കെ. ഇത് എന്നിട്ട് വേണമല്ല നമ്മൾ എക്സ്റേ എടുക്കണോ മറ്റത് എടുക്കണോ എന്നൊക്കെ മരുന്ന് കുറിക്കണമെന്നൊക്കെ ഉള്ളത്. ഇത് നമ്പർ ഇടുകയല്ല, എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നതിന് അതും അന്വേഷിക്കണം നമ്മുടെ മുരളീധരൻ മന്ത്രി. ഇങ്ങനെ പല പ്രോബ്ലങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒന്നീ വിദ്യാഭ്യാസം ഇല്ലാത്തവരെ ഈ സമൂഹത്തിലേക്ക്, ഒന്നാമത് വിദ്യാഭ്യാസമുള്ളവരെ ഈ റിസപ്ഷനിൽ വയ്ക്കുക, അല്ലാത്തവരെ പറഞ്ഞു മാറ്റി നിർത്തുക. അവർക്ക് വേണ്ടതായ, അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത അവരുടേതായ ജോലി കൊടുക്കുക. അല്ലാത്തവരെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാൻ കഴിയുന്നവരെ നിർത്തുക, പരമാവധി ഒഴിവാക്കുക, മറ്റുള്ളവരെ ഒഴിവാക്കുക. ഇത് ഒന്നും അറിയാതെ ചുമ്മാതെ കുറേ പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക, കുറേ പേരെ ലിസ്റ്റിൽ ഇല്ലാതിരിക്കുക. അതുകൊണ്ടാണ് ഇന്ന് പല കാര്യങ്ങളിലും പലർക്കും പലതാണ്. ഇന്നിപ്പം കാരണം എന്ന് പറഞ്ഞാൽ BPL ലിസ്റ്റ് ഇവിടെ ഒരു പ്രാവശ്യം മൊത്തമായിട്ട് ഉൾപ്പെടുത്തി, പിന്നീട് ആരേ ഇല്ല. ഇവിടെ BPL ഇല്ല, APL ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അന്നേരം തൂഫാൻ നല്ല വിജയമായിരുന്നു എന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം ഈ കുറേ കേസുകൾ പിടിച്ചു, അതുകൊണ്ട് തീരരുത്. മൊത്തമായി ഇതിൻ്റെ സോഴ്സുകൾ കണ്ടെത്തി അത് നശിപ്പിച്ച് നിർവീര്യമാക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഗുണ്ടകൾ ഇന്ന് പലയിടത്തും വിളയാടുന്നുണ്ട്. ഇവർക്ക് ആരാണ് രജിസ്ട്രേഷൻ നൽകുന്നത്? ഈ രജിസ്ട്രേഷൻ കൊടുക്കുക ഇതുപോലെ സന്നദ്ധ സേവനം മറ്റും മുതലായ കാര്യങ്ങൾക്കാണ്, സേവനങ്ങൾക്കാണ് ഈ രജിസ്ട്രേഷൻ നൽകാവൂ. ഇതുപോലുള്ള ഗുണ്ടകളുടെ ഓഫീസുകൾക്ക് ആരാണ് രജിസ്ട്രേഷൻ നൽകി ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്? അവരുടെ ജോലി ഗുണ്ടാപ്രവർത്തനം നടത്താൻ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റും അത് തീവ്രവാദ പ്രസ്ഥാനത്തിനും ഉള്ളതിന് രജിസ്ട്രേഷൻ കൊടുക്കാൻ വല്ലതും ഇന്ത്യ ഗവൺമെൻറ് ഭരണഘടന എഴുതി വച്ചിട്ടുണ്ട്? അങ്ങനെയുള്ള രാജ്യദ്രോഹ കുറ്റം ഇവയ്ക്കൊന്നും ഒരിക്കലും രജിസ്ട്രേഷൻ നൽകരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നീട് വേറെയും ഉണ്ട്, ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഇവിടെ ഉണ്ട്, അത് പിന്നീട് ഞാൻ റിപ്പോർട്ട് ചെയ്യാം. അന്നേരം ഞാനാണ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ആളാണ്. ഞാനായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി പറഞ്ഞതിലും അത് റിപ്പോർട്ട് ചെയ്തതിലും എനിക്ക് ബഹുമാനമുണ്ട്. അങ്ങയോടും അതുപോലെ ഇവിടുത്തെ ഗവൺമെൻറ്റിനോടും ചീഫ് മിനിസ്റ്ററോടും എനിക്ക് ബഹുമാനമുണ്ട്. പിന്നെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്ന ഉദ്യോഗസ്ഥരെ